ലോഗോസ് 2024 എപ്പിസോഡ് 8. ലൂക്ക അധ്യായം 13, 14, 15, 16. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചോദ്യം 1. ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി കലർത്തിയത് ആര്? ഉത്തരം പീലാത്തോസ്. ചോദ്യം 2. ഫലം തരാത്ത അത്തിവൃക്ഷത്തിന്റെ ഉപമയിൽ കൃഷിക്കാരൻ എത്ര വർഷമായി അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു? ഉത്തരം 3. ചോദ്യം 3. ഈശോ സുഖപ്പെടുത്തിയ കൂനുള്ള സ്ത്രീ എത്ര വർഷമായി രോഗിണിയായിരുന്നു? ഉത്തരം 18. ചോദ്യം 4. സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ടവർ എത്ര? ഉത്തരം 18. ചോദ്യം 5. പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് ഈശോ എവിടേക്കാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്? ഉത്തരം ജെറുസലേമിലേക്ക്. ചോദ്യം 6. ഇവിടെ നിന്ന് പോവുക, ഹെരോദോസ് നിന്നെ കൊല്ലാൻ ഒരുങ്ങുന്നു എന്ന് ഈശോയോട് പറഞ്ഞത് ആര്? ഉത്തരം ഫരിസേയർ. ചോദ്യം 7. ഈശോ കുറുക്കൻ എന്ന് വിളിച്ചത് ആരെ? ഉത്തരം ഹെരോദോസിനെ. ചോദ്യം 8. പ്രവാചകന്മാരെ കൊല്ലുകയും തന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നത് ആര്? ഉത്തരം ജെറുസലേം. ചോദ്യം 9. പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ ആരുടെ സന്താനങ്ങളെയാണ് ഒന്നിച്ചു ചേർക്കുന്നതിന് ദൈവം ആഗ്രഹിച്ചത്? ഉത്തരം ജെറുസലേം. ചോദ്യം 10. ഈശോ കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തിയത് എവിടെ വെച്ച്? ഉത്തരം ഒരു സാബത്തിൽ ഒരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ. ചോദ്യം 11. യേശു മഹോദര രോഗിയെ സുഖപ്പെടുത്തിയത് എപ്പോൾ? ഉത്തരം ഒരു സാബത്തിൽ ഒരു ഫരിസേയ പ്രമാണിയുടെ വീട്ടിൽ വിരുന്നു പോയപ്പോൾ. ചോദ്യം 12. സദ്യ നടത്തുമ്പോൾ ആരെയൊക്കെ ക്ഷണിക്കാനാണ് ഈശോ പറയുന്നത്? ഉത്തരം ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ. ചോദ്യം 13. ലൂക്ക 14 അധ്യായത്തിൽ ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവർ ഭാഗ്യവാൻ എന്ന് പറഞ്ഞത് ആര്? ഉത്തരം ഈശോയോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ഒരുവൻ. ചോദ്യം 14. ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടി ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് പിറുപിറുത്തത് ആര്? ഉത്തരം ഫരിസേയരും നിയമജ്ഞരും. ചോദ്യം 15. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച്. ചോദ്യം 16. ധൂർത്തപുത്രന്റെ ഉപമ ലൂക്കാ സുവിശേഷം എത്രാം അധ്യായത്തിലാണ്? ഉത്തരം 15. ചോദ്യം 17. നിയമത്തിന്റെ ഒരു പുള്ളിയെങ്കിലും അസാധുവാകുന്നതിനേക്കാൾ എളുപ്പം എന്താണ്? ഉത്തരം ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നതാണ്. ചോദ്യം 18. ഒന്നിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ലൂക്ക 16 അധ്യായത്തിൽ പറയുന്ന 2 കാര്യങ്ങൾ. ഉത്തരം ദൈവത്തെയും ധനത്തെയും. ചോദ്യം 19. ധനവാന്റെയും ലാസറിന്റെയും ഉപമയിൽ ധനവാൻ ഭൂമിയിലായിരുന്നപ്പോൾ ധരിച്ചിരുന്നത് എന്താണ്? ഉത്തരം ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും. ചോദ്യം 20. ധനവാന്റെയും ലാസറിന്റെയും ഉപമയിൽ ദരിദ്രൻ മരിച്ച് എവിടേക്കാണ് സംവഹിക്കപ്പെട്ടത്? ഉത്തരം അബ്രഹാത്തിന്റെ മടിയിലേക്ക്. ചോദ്യം 21. നിയമവും പ്രവാചകന്മാരും ആരുവരെയായിരുന്നു? ഉത്തരം യോഹന്നാൻ. ചോദ്യം 22.
ധനവാന്റെയും ലാസറിന്റെയും ഉപമയിൽ ധനവാൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ ആരോടാണ് കനിയണമേ എന്ന് അപേക്ഷിച്ചത്? ഉത്തരം അബ്രഹാത്തോട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ദയവായി ഷെയർ ചെയ്യുക.